സോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടുള്ള ഇൻട്രോ ഉണ്ടാക്കുന്നത്. അതും കുറച്ച് സമയം മാത്രം മതി. സോ എൻ്റെ പേര് സതീഷ് കുമാർ, നിങ്ങൾ കാണുന്ന സ്കിം ടെക് യൂട്യൂബ് ചാനൽ. സോ സമയം ഒട്ടും കളയാതെ നമുക്ക് തുടങ്ങാം. സോ ഫ്രണ്ട്സ്, ഇവിടെ നമുക്ക് വേണ്ടിയത് രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്ന് ലെജൻഡും പിന്നെ ഒന്ന് സൈബർ ലിങ്ക് പവർ ഡയറക്റ്റ് എഡിറ്റർ ആപ്പും. സോ ലെജൻഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ കിട്ടുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരോ അല്ലെങ്കിൽ നമ്മുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈറ്റിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. സോ ഞാനിവിടെ ഓൺലി വൺ ക്രിയേറ്റർ എന്ന് പേര് കൊടുക്കാൻ പോവുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പേരിനെ എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഹാഷ് ഉപയോഗിക്കാം. ടെക്സ്റ്റ് ടൈറ്റിൽ സേവ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഓപ്ഷനാണ് ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇമേജ് എടുത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇടാം. വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടാതിരിക്കാം. സോ ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഇമേജസ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നടുക്ക് കാണുന്ന പ്ലേ ബട്ടനെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കിട്ടുന്നത് ടെക്സ്റ്റ് ഏതൊക്കെ രീതിയിൽ വരണമെന്നുള്ളതിൻ്റെ ഓപ്ഷനാണ്. പറഞ്ഞാൽ ടെക്സ്റ്റ് എങ്ങനെ വരണം, മിന്നി വരണോ, അത് സൈഡിൽ നിന്ന് വരണോ, മേളിൽ നിന്ന് വരണോ, താഴെ നിന്ന് വരണോ ഉള്ള ഓപ്ഷനാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ താഴത്തെ ഓപ്ഷൻ കാണിച്ചേക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിലെ കളറും നിങ്ങളുടെ ടെക്സ്റ്റിൻ്റെ കളറും അതുപോലെ എടുത്ത് കാണിച്ചേക്കുന്ന ടെക്സ്റ്റിൻ്റെ കളറൊക്കെ ഏതൊക്കെ നിറത്തി വരണമെന്നതിൻ്റെ ഉള്ള ഓപ്ഷനാണത്. പിന്നെ അവിടുത്തെ സെറ്റിംഗ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ലാൻഡ്സ്കേപ്പ് വേണോ, സ്ക്വയറി വേണോ, അതോ 720p 1080p ഏതൊക്കെ സൈസ് വേണമെന്ന്. എന്നിട്ട് താഴത്തെ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ആയിട്ടോ ഗിഫായിട്ടോ എക്സ്പോർട്ട് ചെയ്യാം. ഇതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം, പവർ ഡയറക്റ്റ്. അതിനകത്ത് നമ്മുടെ വീഡിയോ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി കൂട്ടിയിടണം. അതിനുശേഷം നമ്മുടെ ഓഡിയോ ഗാലറിക്കകത്തൊന്ന് ചെന്നിട്ട് ഏതെങ്കിലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. കറക്റ്റ് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇവിടോട്ട് കൊണ്ടുവന്നിട്ടണം. എന്നിട്ട് ഇതിൻ്റെ ഓഡിയോ എടുത്തിട്ട് അതായത് ഇതിൻ്റെ സൗണ്ട് ഓപ്ഷൻ എടുത്തിട്ട് അവിടെ ഫെയ്ഡ് ഇൻ ആൻഡ് ഫെയ്ഡ് ഔട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അത് ഓൺ ആക്കിയിട്ടേക്കണം. എന്നിട്ട് മണ്ടേ കാണുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് അവിടുന്ന് പ്രൊഡ്യൂസ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സേവ് ടു ഗാലറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അല്ലെങ്കിൽ HD ഫുൾ HDയിലൊക്കെ എക്സ്പോർട്ട് ചെയ്യാം വീഡിയോ. സോ ഞാനുണ്ടാക്കിയ കുറച്ച് വീഡിയോസിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് ഞാൻ കാണിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി കുറച്ച് ഇൻട്രോ കണ്ടോളൂ. Check this out.